ആദ്യത്തെ ശ്രമത്തിൽ രണ്ടും ഞാൻ പരാജയപ്പെടുകയാണ് ചെയ്തത്. ഈ ഓണടിന്റെ രൂപത്തിലെല്ലായിട്ട് നമുക്ക് പല വിമർശനം. ഈ ചേച്ചി ഒരു സ്ഥലത്തും പോയി, വണ്ടി വേറെ ഏതോ സ്ഥലത്തും പോയി. കാർ എടുക്കാൻ പറഞ്ഞു, കാർ ഈ ഗിയറിൽ നോക്കാതെ. ഹലോ ഗൈസ്, ഇന്ന് എനിക്ക് വളരെ സന്തോഷമുള്ള ദിവസമാണ്. ഞാൻ ഫൈനലി കുറെ നാളത്തെ കഷ്ടപ്പാടിന് ശേഷം എനിക്കും ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയിരിക്കുകയാണ്. കഷ്ടപ്പാട് എന്തൊക്കെയാണ് ഞാൻ വഴിയെ പറഞ്ഞുതരാം. എന്റെ രണ്ടാമത്തെ ശ്രമത്തിലാണ് എനിക്ക് ലൈസൻസ് കിട്ടുന്നത് തന്നെ. ആദ്യത്തെ ശ്രമത്തിൽ രണ്ടും ഞാൻ പരാജയപ്പെടുകയാണ് ചെയ്തത്. അപ്പോൾ യൂട്യൂബിൽ തന്നെ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന പല വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് എൻ്റെ ആദ്യ ശ്രമത്തിൽ ഞാൻ ചെയ്ത മണ്ടത്തരങ്ങളും രണ്ടാമത്തെ ശ്രമത്തിലേക്ക് ലൈസൻസ് കിട്ടാനുള്ള കാരണങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഈ വീഡിയോ ആണ് 99% ആൾക്കാർ പുതിയതായിരിക്കും, കാരണം ആകെ 43 സബ്സ്ക്രൈബേഴ്സ് എനിക്ക് ഇതുവരെ ഉള്ളൂ. അപ്പോൾ വീഡിയോ മാക്സിമം അവസാനം വരെ കാണുക. ഡ്രൈവിംഗ് ലേണേഴ്സ് പരീക്ഷ അപ്ലൈ ചെയ്യുന്നതിൽ ലാസ്റ്റ് ഈ കാർഡ് നിങ്ങളെടുത്ത് കിട്ടുന്നവരെയുള്ള പ്രോസസ്സ് ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഈ ലൈസൻസ് കിട്ടാൻ വേണ്ടി എനിക്ക് ആകെ മൊത്തം ചിലവായ തുക ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ലൈസൻസ് കിട്ടുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ ലേണേഴ്സ് പരീക്ഷ പാസ്സാവണം. അപ്പോൾ അത് ജസ്റ്റ് ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള പരീക്ഷയാണ്. ജസ്റ്റ് കോമൺ സെൻസ് ബേസ് തന്നെ നമുക്ക് പാസ്സാകാൻ പറ്റും. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നമ്മൾ സ്വന്തമായിട്ട് എംപരിവാറിന്റെ വെബ്സൈറ്റ് പോയിട്ട് ഇതിനൊക്കെ അപ്ലൈ ചെയ്യുന്നതാണെങ്കിൽ ആകെ 100-200 രൂപയെ ചിലവുള്ളൂ. പക്ഷേ ഇവിടെ പ്രശ്നമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്വന്തമായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കാലത്തും വരെ സൈറ്റ് കിട്ടുകയില്ല, നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അത് മാത്രമല്ല ലാസ്റ്റ് ലൈസൻസ് കിട്ടാൻ പോകുമ്പോൾ 1-2 കാര്യം പറഞ്ഞവർ നമ്മൾ റിജക്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഏറ്റവും നല്ലത് ഒരു ഡ്രൈവിംഗ് സ്കൂൾ മുഖാന്തരം നമ്മൾ ലൈസൻസ് എടുക്കുക എന്നതാണ്. അപ്പോൾ ഡ്രൈവിംഗ് സ്കൂളിൽ ചേരുമ്പോൾ ആദ്യം തന്നെ 2000 രൂപ ഞാൻ അവർക്ക് കൊടുത്തു. അപ്പോൾ ഈ ലേണേഴ്സ് കിട്ടുന്നതിന് മുന്നേ ആയിട്ട് നമുക്കൊരു ഐ സർട്ടിഫിക്കറ്റ് വേണം. ഇതിന് ഡോക്ടറെ കൺസൾട്ടൻസി ഫീസ് ആയിട്ട് 200 രൂപ അവിടെ കൊടുത്തു. ഈ കാറും ബൈക്കും കൂടി ലൈസൻസ് എടുക്കാനും പഠിക്കാനായിട്ട് 12,250 രൂപ എനിക്ക് ചിലവായി. പക്ഷേ ഭാഗ്യവശാലോ എൻ്റെ ആദ്യത്തെ ശ്രമത്തിൽ ഞാൻ ഫെയിലായി. അപ്പോൾ പിന്നെ റീഅപ്പിയർ ചെയ്യാൻ വേണ്ടി 1500 രൂപ കൊടുക്കേണ്ടി വന്നു. അതായത് 1000 രൂപ കാറിനും 500 രൂപ ബൈക്കിനും. അങ്ങനെ ആകെ മൊത്തം 13,950 രൂപയാണ് ആകെ ചിലവായത്. അങ്ങനെ ജൂലൈ 31-ാം തീയതി ഞാൻ എൻ്റെ ആദ്യത്തെ ടെസ്റ്റ് എടുക്കാൻ വേണ്ടി ഗ്രൗണ്ടിൽ ചെല്ലുന്നു. ഞങ്ങൾ 3 ബാച്ചായിട്ട് ആൽഫബറ്റിക്കൽ ഓർഡറിൽ തരംതിരിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് 3ാമത്തെ ബാച്ചായിരുന്നു എൻ്റെ. അപ്പോൾ എൻ്റെ ഒരു ഭാഗ്യം കൊണ്ട് തന്നെ എന്ത് വെച്ചാൽ ദേഷ്യപ്പെടുന്ന ഒരാളെയാണ് എനിക്ക് MVD കിട്ടിയത്. ഞാൻ ഒരിക്കലും അവരെ കുറ്റം പറയുന്നില്ല, അവരവരെ ജോലി വൃത്തിയായി ചെയ്യുന്നതാണ്. പക്ഷെ ബാക്കി 2 ആൾക്കാരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ 3ാമത്തെ ആള് കുറച്ചും കൂടി ദേഷ്യപ്പെടുന്ന ഒരാളായിരുന്നു. ആദ്യം തന്നെ ഗ്രൗണ്ടില് ബൈക്കിന്റെ 8ഉം കാറിന്റെ 8ഉം ഞാൻ പാസ്സായി. അപ്പൊ ഇതിന്റെ റോഡ് ടെസ്റ്റ് ഉണ്ട്. കാർ എടുക്കാൻ പറഞ്ഞു. കാർ എടുത്ത് ഒരു കയറ്റത്തിന്റെ അടുത്തുനിന്ന് സഡൻ ആയിട്ട് നിർത്താൻ പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് നിർത്തുമ്പോൾ ഞാൻ കുറച്ച് ബാക്കോട്ട് പോയി, കാർ കുറച്ച് ബാക്കോട്ട് പോയി എന്ന് പറഞ്ഞാൽ അയാൾ എന്നെ കാർ ഫെയിലാക്കി. ലാസ്റ്റിന്റെ ബൈക്ക് എടുക്കുമ്പോൾ കാലുകുത്തി വളച്ചു എന്നിട്ടും പറഞ്ഞിട്ട് അയാൾ എന്നെ ബൈക്ക് ഫെയിലാക്കി. അങ്ങനെ ജൂലൈ 31-ാം തീയതി 2ഉം ഫെയിലായിട്ടാണ് ഞാൻ മടങ്ങിയത്. അങ്ങനെ ആദ്യത്തെ ടെസ്റ്റ് തോറ്റുകൊണ്ട് തന്നെ രണ്ടാമത് ഞാൻ വീണ്ടും റീഅപ്പയർ ആയി. അപ്പോൾ അതെനിക്ക് സെപ്റ്റംബറിലാണ് ഞാൻ ഡേറ്റ് കിട്ടിയത്. അത് പിന്നെ RTO ഓഫീസിൽ പോയിട്ട് ഓഗസ്റ്റ് 14-ാം തീയതിയിലേക്ക് മുന്നോട്ടേക്കാക്കി. അപ്പോൾ ആദ്യം തന്നെ ഗ്രൗണ്ട് പാസ്സായതുകൊണ്ട് ഞങ്ങൾക്ക് പിന്നെ ഗ്രൗണ്ടിന്റെ ടെസ്റ്റ് ഉണ്ടായിരുന്നില്ല, എനിക്ക് റോഡ് മാത്രമായിരുന്നു ഇപ്പോൾ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ദിവസം ഞാൻ റോഡും പാസ്സായി, എനിക്ക് ലൈസൻസ് കിട്ടി. അപ്പോൾ അന്ന് ഞാൻ ശ്രദ്ധിച്ച കുറച്ച് കാര്യങ്ങളായിരുന്നു നിങ്ങളോട് പറയാം. അത് നമ്മൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് മാത്രം വണ്ടി എടുക്കുക. ഈ മിററൊക്കെ ശരിയാണോ എന്ന് നോക്കുക. കണ്ണാടി നോക്കി എതിർദിശയിൽ വണ്ടി വരുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഇൻഡിക്കേറ്റർ ഇട്ടിട്ട് മാത്രം വണ്ടി എടുക്കുക. ഇപ്പം ഗിയർ മാറ്റും, ഇതിപ്പോൾ ഓട്ടോമാറ്റിക് കാറാണ്, ഇതിൻ്റെ അകത്ത് ഗിയർ മാറ്റേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് മാനുവൽ കാറാണ് കിട്ടുക ഡ്രൈവിംഗ് ടെസ്റ്റിന്. അപ്പോൾ ഈ ഗിയറിൽ നോക്കാതെ തന്നെ നേരെ നോക്കിയിട്ട് ഗിയർ മാറ്റുക. അതെല്ലാം ഒരു പോയിന്റ് തന്നെയാണ്. നേരെ ഇതിപ്പം ഗിയർ മാറ്റേണ്ട ആവശ്യമില്ല, പക്ഷേ മാനുവൽ കാറിനെ നേരെ നോക്കിയിട്ട് ഇത് നോക്കാതെ തന്നെ ഫസ്റ്റ് ഇടുക, ലെഫ്റ്റ് കൂട്ടിയിട്ട് മുന്നോട്ടാക്കി ഫസ്റ്റ് ഇടുക. അങ്ങനെ ഇത് സ്റ്റാർട്ടാക്കുക. സ്റ്റിയറിംഗ് പിടിക്കുമ്പോൾ തന്നെ കൈ മുന്നോട്ട് ആക്കി പിടിക്കുക, ഇതിൻ്റെ അടിയിലധികം അങ്ങനെ പിടിക്കാതിരിക്കുക. 2 കൈ മുന്നോട്ടാക്കി തന്നെ പിടിക്കുക. എൻ്റെ ഒരു കൈ ക്യാമറയിലുണ്ടാണ്. അപ്പോൾ വളക്കുമ്പോൾ ഒരു കൈ ലൂസാക്കിയിട്ട് വളക്കുക, അധികം താഴോട്ടേക്ക് ആക്കാതിരിക്കുക. അപ്പോൾ കേൾക്കുമ്പോൾ ഇതൊക്കെ നിസ്സാരമായിട്ട് തോന്നും, പക്ഷേ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ നോക്കാത്തതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴുള്ള പല ആൾക്കാരും ഫെയിലായി പോകുന്നത്. 2 വീലറിന്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് 2 രീതിയിലെ 2 വീലർ ടെസ്റ്റിന് ഉപയോഗിക്കാം. ഗിയറുള്ള ബൈക്ക് പോലത്തെ വണ്ടിയും അല്ലെങ്കിൽ ഗിയറില്ലാത്ത സ്കൂട്ടി പോലത്തുള്ള അങ്ങനത്തെ വണ്ടികൾ ഉപയോഗിക്കാം. പക്ഷെ ലൈസൻസ് കിട്ടുമ്പോൾ ഇതിന് രണ്ടും സെപ്പറേറ്റ് ആയിട്ടുള്ള ലൈസൻസ് ആണ് ഉണ്ടാവുക. അപ്പോൾ ഗിയറില്ലാത്ത വണ്ടിയിൽ പാസ്സായവർക്ക് മറ്റേ വണ്ടി ഓടിക്കാൻ കഴിയില്ല. എനിക്ക് ലൈസൻസ് കിട്ടുമ്പോൾ ഒരു ചേച്ചി ഈ 8 കഴിഞ്ഞ് വണ്ടി നിർത്തിയിടാൻ നോക്കിയതാണ്. ഈ ചേച്ചി ഒരു സ്ഥലത്തും പോയി, വണ്ടി വേറെ ഏതോ സ്ഥലത്തും പോയി. ഗിയർ ഇല്ലാത്ത വണ്ടിൻ്റെ ഒരു പ്രശ്നമാണ്, നമ്മൾ ആക്സിലേറ്റർ കറക്റ്റ് അളവ് കൊടുത്തേക്കില്ലെങ്കിൽ വണ്ടി വേറെ ഇടയിൽ പോകും, നമ്മൾ വേറെ ഇടയിൽ കിടക്കും. ഈ 8 എടുക്കാൻ പലപ്പോഴും മറ്റേ ഗിയറില്ലാത്ത വണ്ടി കുറച്ചും കൂടി പ്രയാസമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഗിയറുള്ള ബൈക്ക് പോലത്തെ വണ്ടിയിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഫസ്റ്റിൽ ഇട്ടാൽ വണ്ടി തനിയെ മൂവ് ചെയ്തു, നമ്മൾ ആക്സിലേറ്റർ കൊടുക്കണ്ട. ഈ 8 എടുക്കുമ്പോൾ നമ്മൾ ആക്സിലേറ്റർ കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഈ സ്കൂട്ടറിലൊക്കെ ആണെങ്കിൽ നമ്മൾ മിനിമം ആക്സിലേറ്റർ കൊടുത്താൽ മാത്രമേ വണ്ടി മൂവ് ആവുള്ളൂ. അപ്പോൾ ആ ആക്സിലേറ്ററിൽ കുറച്ച് കൂടുകയോ കുറേ ആയിട്ട് ചെയ്താൽ പൂർണ്ണമായിട്ട് 8 എടുക്കാൻ കഴിയില്ല. അപ്പോൾ ഈ ഒരു പ്രശ്നം ഒഴിവാക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ 8 ബൈക്ക് പോലത്തെ ഗിയറുള്ള വണ്ടിയിൽ നിന്ന് എടുത്തിട്ട് ഈ റോഡ് മാത്രം ഈ സ്കൂട്ടറിൽ എടുക്കാനും കഴിയും.
അപ്പോൾ അത് അധികം ആർക്കും അറിയില്ല. അങ്ങനെ എനിക്ക് ലൈസൻസ് കിട്ടിയ ദിവസം എൻ്റെ കാറിൻ്റെ റോഡും പാസ്സായി, പിന്നെ ലാസ്റ്റ് ബൈക്കും പാസ്സായി. ഒരു ബൈക്ക് പരമാവധി സൈഡിൽ നിർത്തിയ ശേഷം ഈ MVD അടുത്ത് പോയി. ഇവരവിടെ തന്നെ ആ റോഡിൻ്റെ സൈഡിൽ നമ്മളെന്താ ചെയ്യുന്നത് തെറ്റുണ്ടോ എന്ന് നോക്കി അവിടെ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ പാസ്സായിക്കണമെങ്കിൽ അവർ നമ്മളെ പേപ്പർ അവരെടുത്തുള്ള പേപ്പർ നമുക്ക് തരില്ല. അത് അവർ പാസ്സായി അവർ സൈഡിലേക്ക് അപ്ലോഡ് ചെയ്യും. നമ്മളത് ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ ആ പേപ്പറിൽ ഫെയിൽ ചെയ്തിട്ട് നമുക്ക് പേപ്പർ തിരിച്ചു തരും. അപ്പോൾ എനിക്കത് അറിയില്ലല്ലോ, ഇവർ ജസ്റ്റ് ഇങ്ങനെ തലയാട്ടെ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി. ഞാൻ പിന്നെയും ചോദിച്ചു. അപ്പോൾ ഇയാൾ പെട്ടെന്ന് പോടോന്ന് പറഞ്ഞു, കുറച്ച് ഒച്ചത്തിൽ തന്നെ പോടോന്ന് പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായി. ഞാൻ ഡ്രൈവിംഗ് സ്കൂളിലവരോട് ചോദിച്ചപ്പോഴാണ് അവർ ഈ പാസ്സായി എന്ന് പറഞ്ഞത്. ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് പല സ്ഥലത്തുനിന്ന് ഈ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ആശാന്റെ അടുത്താവട്ടെ, അല്ലെങ്കിൽ ഈ ടെസ്റ്റിന്റെ സമയത്ത് ഈ MVD അടുത്താവട്ടെ, അല്ലെങ്കിൽ നാട്ടുകാരെടുത്തു നമ്മൾ വണ്ടി റോഡിൽ ഇറക്കുമ്പോൾ ഈ ഓണടിന്റെ രൂപത്തിലെല്ലാമായിട്ട് നമുക്ക് പല വിമർശനങ്ങൾ നാട്ടുകാരെടുത്തു ഇവരെടുത്ത് നോക്കി വരും. പക്ഷെ നമ്മൾ അതൊന്നും കാര്യമാക്കേണ്ട ആവശ്യമില്ല. എത്രയോ പ്രാവശ്യം എന്നോട് വണ്ടിയെ ലോഫായി പോയിട്ടുണ്ട്, റോഡിൽ നിന്ന് ചീത്ത കേട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും നോക്കി നമുക്കൊന്നും പഠിക്കാൻ പറ്റില്ല. ആദ്യത്തെ പ്രാവശ്യം തോറ്റപ്പം തന്നെ ഞാൻ പിന്നെ ഇത് മതി, ഇനി വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൽ പോയിട്ട് പെട്ടെന്ന് ലൈസൻസ് എടുത്താലോ എന്നല്ല ആലോചിച്ചത്. പക്ഷെ നമ്മളെ നാട്ടിൽ നിന്ന് തന്നെ ലൈസൻസ് എടുക്കണം എന്നൊരു ആഗ്രഹത്തിന്റെ പുറത്തിലാണ് പിന്നെയും ചെയ്തത്. നിങ്ങൾക്ക് ലൈസൻസ് പാസ്സായില്ലേ ആ ദിവസം തന്നെ നിങ്ങൾക്ക് മെസ്സേജ് വരും. അത് കഴിഞ്ഞിട്ട് കുറച്ച് മണിക്കൂർ കഴിഞ്ഞാൽ മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അവരുടെ നിങ്ങൾക്ക് ഈ ലൈസൻസ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്കും കിട്ടും. ആ ലിങ്കിൽ നിന്ന് നിങ്ങളുടെ ലൈസൻസ് ഡൗൺലോഡ് ചെയ്തിട്ട് ആ PDF ഏതെങ്കിലും സ്റ്റുഡിയോയിലോ അല്ലെങ്കിൽ അക്ഷയയിലായിട്ടും പോയാൽ നിങ്ങൾക്ക് അതിന്റെ ഹാർഡ് കോപ്പി കിട്ടും. ഈ യൂട്യൂബിൽ തുടക്കമായാൽ തന്നെ കുറെ സമയം എടുത്ത് ഈ വീഡിയോ ഉണ്ടാക്കി 3 ദിവസം കൊണ്ടാണ് ഈ വീഡിയോ ഉണ്ടാക്കിയത്. ഈ ഫോണിലാണ് എഡിറ്റ് ചെയ്തത്. അപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, കണ്ണൊക്കെ വേദനയാവും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ ഉണ്ടായ നല്ലതും ചീത്തയായ അനുഭവങ്ങളും എന്നെ പോലെ എത്രാമത്തെ ശ്രമത്തിലാണ് നിങ്ങൾക്ക് ഡ്രൈവിംഗ് കിട്ടിയതെന്നും നിങ്ങൾ ആർട്ടിവ് ഏതാണെന്നൊക്കെ കമന്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. എൻ്റെ വളരെ ചുരുങ്ങിയ അറിവുന്നാണ് നിങ്ങൾക്ക് ഇതൊക്കെ പറഞ്ഞു തരാൻ ശ്രമിച്ചത്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് പിന്നെയും കാണുന്നത് വരെ ബൈ.